ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ താഴ്മയുടെ വിശ്വാസ ജീവിതത്തിൽ നാം താഴ്മയോടുകൂടി ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം അതിൽ നിറയുന്നു. ആ ദൈവസ്നേഹം നമുക്ക് പ്രാപിക്കുവാൻ ദൈവിക സ്വഭാവം നമ്മളിൽ ഉണ്ടായിരിക്കണം. ദൈവത്തിൻ്റെ കൃപ നമ്മളിൽ ഉണ്ടായിരിക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ഈ വിശ്വാസ ജീവിതവും. വിശ്വാസ ജീവിതത്തിൽ പ്രാധാന്യം അർഹിക്കുന്നത് സ്നേഹം തന്നെയാണ്. സ്നേഹമാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആയുധമെന്ന് പറയുന്നത്. ദൈവം സ്നേഹമാകുന്നു. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും വസിക്കുന്നു എന്ന് വചനം പറയുന്നു. നമുക്ക് ഇവിടെ വചനം വായിച്ചു നോക്കാം. 1 യോഹന്നാൻ്റെ സുവിശേഷം 1 യോഹന്നാൻ 4-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: ദൈവം സ്നേഹം തന്നെ. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു. ദൈവം സ്നേഹം തന്നെ. ദൈവം സ്നേഹത്തിൽ വസിക്കുമ്പോൾ, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ അവനായിരിക്കുമ്പോൾ അവന് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നു. ഈ സ്നേഹമാകുന്നു സ്വഭാവ ജീവിതത്തിൽ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത്. മറ്റ് എന്തിനേക്കാളും, എന്ത് സവിശേഷത്തെക്കാളും ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്, ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് ഈ സ്നേഹത്തിന് തന്നെയാണ്. സ്നേഹം അഖിലസാര മൊഴിയിൽ സ്നേഹമാണ് ഏറ്റവും വലുത് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മളിൽ സ്നേഹമില്ല എങ്കിൽ നമ്മൾ ഏതുമല്ല. ദൈവത്തിൻ്റെ സ്നേഹമാണ് അവൻ നമ്മളിൽ നൽകിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹമാകുന്നു, ദൈവത്തിൻ്റെ കരുതലാകുന്നു, ദൈവത്തിൻ്റെ താഴ്മയാകുന്നു നമുക്ക് നൽകിയിരിക്കുന്നത്. ആ താഴ്മയുടെ മനോഭാവം വിശ്വാസ ജീവിതത്തിലും കൊണ്ടുവന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതായ നമ്മുടെ സ്നേഹ ജീവിതത്തിലൂടെ നാം മുന്നോട്ട് ജീവിതം നയിക്കുകയാണ് എങ്കിൽ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. സ്നേഹത്തിൽ നാം ഉടലെടുത്ത് ജീവിക്കുകയാണ് എങ്കിൽ, നമ്മുടെ സ്നേഹം മറ്റുള്ളവർക്കും അനുഭവിക്കുവാൻ സാധിക്കുകയാണ് എങ്കിൽ നമുക്ക് അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും. ഇന്ന് ഈ ലോകത്തിലായിരിക്കുമ്പോൾ, ഈ ലോകത്തിൽ അനേകം ആളുകൾ പണത്തിനും മറ്റു ദ്രവ്യത്തിൻ്റെ മോഹത്തിനും പ്രാധാന്യം കൽപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിനും അതുപോലെ തന്നെ ദൈവിക സ്നേഹത്തിനും യാതൊരു പ്രാധാന്യവും അർഹിക്കുന്നില്ല. യാതൊരു പ്രാധാന്യവും അർഹിക്കുന്ന പ്രാധാന്യം അവർ അവരുടെ ജീവിതത്തിൽ കൊടുക്കാറില്ല. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിൻ്റെ കാലഘട്ടത്തിലാണ്. ഈ ലോകത്തിലും ഇപ്രകാരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്രകാരമുള്ളൊരു ജീവിതം വളരെ വേഗതയോടുകൂടെ മുന്നോട്ട് പോകുമ്പോൾ നാം നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ ഉള്ള സ്വഭാവങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ നാം ചിന്തിക്കുക, നമ്മുടെ സ്നേഹജീവിതം ഏറ്റവും പ്രാധാന്യകരമാകുന്നു. സ്നേഹത്തിൻ്റെ ആ ഒരു ലാളന മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ തക്കവണ്ണം ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം മുഴുവനും പറയുന്നത് ദൈവിക സ്നേഹത്തെക്കുറിച്ചാണ്. ദൈവം ഇത്രമാത്രം നമ്മെ സ്നേഹിക്കുമ്പോൾ നാമും മറ്റുള്ളവരോടും അപ്രകാരമായിരിക്കുന്നു. ദൈവം പറയുന്നു, ന്യായവിധിയുടെ സമയത്ത് നീ എപ്രകാരം ആയിരുന്നുവോ അപ്രകാരം നിന്നിൽ ഉള്ളത് നിനക്ക് നൽകും. നീ എപ്രകാരമായിരുന്നോ ദൈവത്തെ സ്നേഹിച്ചിരുന്നത്, എപ്രകാരമാണോ നിൻ്റെ അയൽവാസിയെ നീ സ്നേഹിച്ചിരുന്നത്, അപ്രകാരമായിരിക്കും ദൈവം നിന്നോട് കൽപ്പിക്കുന്നതും, അപ്രകാരമായിരിക്കും ദൈവം നിന്നിലും ന്യായം വിധിക്കുന്നത്. ഈ ന്യായവിധിയുടെ നാളുകളിൽ നാം അന്യോന്യം സൂക്ഷിച്ചുകൊണ്ട്, അന്യോന്യം സ്നേഹിച്ചുകൊണ്ട്, ഒത്തൊരുമയോടുകൂടി ജീവിക്കുകയാണ് എങ്കിൽ ഈ വിശ്വാസ ജീവിതം വളരെ നല്ല രീതിയിൽ നയിക്കുവാൻ സാധിക്കും. ആത്മാർത്ഥതയോടുകൂടി നിൻ്റെ കൂട്ടുകാരനെ നീ സ്നേഹിക്കുകയാണ് എങ്കിൽ ദൈവിക സന്നിധിയിലും നിന്നെ ദൈവത്തെയും സ്നേഹിക്കുവാൻ തക്കവണ്ണം നിനക്ക് സാധ്യമായി തീരും. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയജനമേ, നാം മുന്നോട്ട് പോകുമ്പോൾ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. വാക്യം ഇപ്രകാരം പറയുന്നു. എബ്രായർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങൾ: നിങ്ങളിൽ ദ്രവ്യ ആഗ്രഹം ഇല്ലാതിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ. ഞാൻ ഒരു നാളും നിന്നെ കൈവിടുകയില്ല. അപ്പോസ്തലനായ പൗലോസ് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു: നിങ്ങളിൽ ദ്രവ്യത്തിൻ്റെ ആഗ്രഹം ഇല്ലാതിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെട്ടുകൊള്ളുക. പലപ്പോഴും ദ്രവ്യത്തിൻ്റെ ആഗ്രഹത്തിലൂടെ നാം മുന്നോട്ട് പോകുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ ജീവിതങ്ങൾ മറന്നു പോകുന്നത്, ജീവിതങ്ങൾ മാറിപ്പോകുന്നത്. ജീവിതങ്ങളിലെ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള മൂല്യങ്ങളെ നമ്മൾ നശിപ്പിക്കുന്നത്, വ്യക്തിപരമായിട്ടുള്ള മൂല്യങ്ങൾക്ക് നാം പ്രാധാന്യം കൊടുക്കാത്തതാ. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയജനമേ, പലപ്പോഴും നാം പണത്തിന് വേണ്ടി ജീവിക്കുന്നവർ ആയി മാറുന്നുണ്ട്. പല സാഹചര്യങ്ങളും നമ്മൾ ജീവിതത്തിൽ ജീവിക്കുമ്പോൾ ദ്രവ്യത്തിൻ്റെ ആഗ്രഹത്തിന് വേണ്ടി ആയിരിക്കുന്നു. പലപ്പോഴും ദ്രവ്യത്തിൻ്റെ ആഗ്രഹത്തിൽ ആയിരിക്കുമ്പോൾ നാം ചിന്തിക്കുക, ദൈവം അത് ആഗ്രഹിക്കുന്നില്ല, ഉള്ളതുകൊണ്ട് നീ തൃപ്തിപ്പെട്ടുകൊള്ളുക, ദൈവം നൽകുന്ന ദാനങ്ങളെ കൊണ്ട് നീ തൃപ്തിപ്പെട്ടുകൊള്ളുക. അപ്രകാരം ആയിരിക്കുമ്പോൾ നിനക്ക് സ്നേഹിക്കുവാൻ സാധിക്കും.
ദൈവത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഇമോഷൻസ് നിനക്ക് കാത്തു സൂക്ഷിക്കുവാൻ തക്കവണ്ണം സാധിക്കും. അനേകം സ്വഭാവ സവിശേഷതകൾ നിനക്ക് കാത്തു സൂക്ഷിക്കുവാൻ സാധിക്കും. പലപ്പോഴും അന്ധമായി നാം ദ്രവ്യത്തിന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും ജീവിത സാഹചര്യങ്ങളിൽ നാം കണ്ടുകൂടാത്തവരെ പോലെ ആകുന്നത്, അന്ധനായി തീരുന്നത്. നാം പലപ്പോഴും ദ്രവ്യത്തിന് വേണ്ടി അലയുന്നവരായി തീരുന്നത്. വചനം പറയുന്നു, ഒരിക്കലും പണത്തെ സ്നേഹിക്കരുത്. വിശ്വാസ ജീവിതത്തിൽ നാം മുന്നോട്ട് പോകുക. കച്ചവടം നടത്തുന്നവർ പണത്തെ വിശേഷിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: പണമെന്ന് പറയുന്നത് ഒരു വിനിമയ മാധ്യമം മാത്രമാണ്. പണത്തെ നാം സ്നേഹിക്കാതിരിക്കുക, അതിൻ്റെ ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുക. നാം ദൈവവചനത്തിന് നമ്മുടെ ജീവിതത്തിൽ അത്യധികം പ്രാധാന്യം നൽകുമ്പോൾ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കും. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഏറ്റവും നമ്മൾ പ്രാധാന്യം നൽകേണ്ടത് നമ്മുടെ സ്നേഹത്തിൻ്റെ ജീവിതത്തിലാണ്. സ്നേഹം മറ്റുള്ളവർക്ക് നൽകുന്നതിനാണ് ഏറ്റവും പ്രാധാന്യം നൽകേണ്ടത്. ഇവിടെ വചനം പറയുന്നു, 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ പ്രകാരം പറയുന്നു: ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. ഞാൻ മനുഷ്യരും ദൂതന്മാരുടെ സ്വരങ്ങളിൽ സംസാരിച്ചാലും എന്നിൽ സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമല്ല, ചിലമ്പുന്ന കൈത്താളമോ അത്രേ എന്ന് വചനം പറയുന്നു. ഇപ്രകാരം ആയിരിക്കുമ്പോൾ നമ്മുടെ വചനങ്ങളെ ഓർത്തുകൊണ്ട് സ്നേഹത്തോടുകൂടി ഫലമേൽപ്പിക്കുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ സ്നേഹത്തോടുകൂടി അവരെ ഉദ്ബോധിപ്പിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കട്ടെ. നമ്മളിൽ സ്നേഹമുണ്ടായിരിക്കട്ടെ. വചനം പറയുന്നു, എനിക്ക് എല്ലാ ജ്ഞാനമുണ്ടായിരുന്നാലും മലകളെ നീക്കുവാൻ തക്കവണ്ണം വിശ്വാസമുണ്ടായിരുന്നാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമല്ല. ഞാൻ സ്നേഹം എല്ലാവർക്കും നൽകുന്നവരായി തീരണം. സ്നേഹിക്കുന്നവർക്ക് നന്മ ലഭിക്കുക തന്നെ ചെയ്യും. ദൈവസ്നേഹം നമ്മളിൽ ഉണ്ടായിരിക്കണം. ദൈവം സ്നേഹം തന്നെ എന്ന് വചനം പറയുന്നു. ആ സ്നേഹം നമ്മളിൽ ഉണ്ടായിരിക്കട്ടെ. ഇവിടെ വചനം ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങളിൽ ജ്ഞാനിയായവനാര്? നിന്റെ ജ്ഞാനത്തിൽ നീ പ്രശംസിക്കരുത്, നിന്റെ സ്നേഹത്തിൽ നീ പ്രശംസിച്ചു കൊണ്ടിരിക്കുക. ഇവിടെ വചനം ഒരിക്കൽ കൂടെ നമ്മളെ ഓർമ്മിക്കുന്നു, ദീർഘക്ഷമയും ദയയും കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹമെന്ന് പറയുന്നത് ദീർഘക്ഷമ കാണിക്കുന്നു, നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, നമ്മെ അനുഗ്രഹിക്കുന്നു. നമ്മെ ഇപ്രകാരം അനുഗ്രഹിക്കുമ്പോൾ നാം സ്നേഹത്തെ അത്രയധികം വ്യർത്ഥമായി കളയാതെ, സ്നേഹം ഇപ്രകാരമായിരിക്കുന്നു, നമ്മളോട് ദീർഘക്ഷമ കാണിക്കുന്നു. സ്നേഹം നിഗളിക്കുന്നില്ല, ഫത്സിക്കുന്നില്ല, നമ്മെ മാറ്റി നിർത്തുന്നില്ല, നമ്മളെ ഒന്നിൽ നിന്നും മാറ്റി നിർത്തുന്നില്ല. എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുവാൻ തക്കവണ്ണം സ്നേഹത്തിന് കഴിയുന്നു. അപ്രകാരം നാമും എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുവാനും അവരെ മാറ്റി നിർത്താതെ ക്ഷമയോടും ദീർഘക്ഷമയോടും കൂടെ അവർക്ക് കരുതൽ നൽകുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കട്ടെ. ഇപ്രകാരം ഒരു കാര്യമാണ് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. സ്നേഹം ഫത്സിക്കുന്നില്ല, സ്നേഹം ഒന്നിനെയും വെറുക്കുന്നില്ല. സ്നേഹം നമ്മളിൽ ഉണ്ടാകുമ്പോൾ നാം വെറുക്കുന്ന മനുഷ്യരെ പോലും നമുക്ക് സ്നേഹിക്കുവാൻ തക്കവണ്ണം സാധിക്കും. നമ്മളെ ശത്രുക്കളെന്ന് കരുതുന്നവരെ പോലും നമുക്ക് കൂട്ടുകാരനെ പോലെ സ്നേഹിക്കുവാൻ തക്കവണ്ണം സാധിക്കും. ദൈവിക സ്നേഹം നമ്മളിൽ ഉണ്ടായിരിക്കണം. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സ്നേഹം നമ്മളിൽ ഉണ്ടായിരിക്കണം. ആത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുമ്പോൾ ദൈവിക സ്നേഹം താനേ ഉണ്ടാകും. ദൈവം പറയുന്നു, ഈ പ്രദേശത്ത് നിന്നെ ആക്കിയിരിക്കുന്നത് ദൈവസ്നേഹം അറിയിക്കുന്നതിന് വേണ്ടിയാണ്. പലപ്പോഴും പല പരീശന്മാരും കർത്താവായ യേശുക്രിസ്തുവിനെ പരീക്ഷിക്കുവാൻ വേണ്ടി ആയിരുന്നപ്പോൾ പോലും അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അവരോട് സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും കൂടെ തന്നെയാണ് കർത്താവായ യേശുക്രിസ്തു അവരോട് സംസാരിച്ചത്. ഒരു കണിക പോലും ദേഷ്യഭാവം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിൽ ഇല്ലായിരുന്നു. അപ്രകാരം ഒരു സൗമ്യ സ്വഭാവവും താഴ്മയുടെ മനോഭാവം, സ്നേഹത്തിൻ്റെ മനോഭാവം നമ്മളിലും ഉണ്ടാകണം. ഈ വിശ്വാസ ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഇപ്രകാരം ഒരു സ്നേഹ ജീവിതം നിന്നിലുണ്ട് എങ്കിൽ നിനക്ക് അനേകം കാര്യങ്ങൾ നേടിയെടുക്കുവാൻ തക്കവണ്ണം സാധിക്കും. 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 1-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ 5-ാമത്തെ വാക്യം ഇപ്രകാരമാണ് പറയുന്നത്: അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു. എപ്പോഴും നമ്മോട് ക്ഷമ കാണിക്കുന്ന ഒരു സ്നേഹമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്രകാരം ഒരു സ്നേഹജീവിതമാണ് നാം മറ്റുള്ളവർക്കും നൽകേണ്ടത്. ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ നാം എപ്പോഴും ഓർമ്മിച്ചു കൊള്ളുക, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിലുണ്ട്, ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലുണ്ട്. പലപ്പോഴും നാം ശത്രുക്കളോട് ഹീനമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. പലപ്പോഴും ശത്രുക്കളെന്ന് നിരൂപിച്ചുകൊണ്ട്
ദൈവസന്നിധിയിൽ ശത്രുക്കളെന്ന് നിരൂപിച്ചുകൊണ്ട് പലവരെയും നമ്മൾ അധിക്ഷേപിക്കാറുണ്ട്, പരിഹസിക്കാറുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ആരും ശത്രുക്കളല്ല. നിനക്ക് ഈ ഭൂമിയിൽ ആരും ശത്രുക്കളായിട്ടില്ല. കർത്താവായ യേശു ക്രിസ്തു പറയുന്നു, എല്ലാവരും നിൻ്റെ സഹജീവികളത്രേ, അന്യോന്യം ഭാരം ചുമക്കുന്നവരത്രേ. അതുകൊണ്ട് നീ അവനോടുകൂടെ അവൻ്റെ ഭാരം ഏറ്റുകൊള്ളുക. കർത്താവായ യേശു ക്രിസ്തു നിൻ്റെ ഭാരം ചുമക്കുവാൻ തക്കവണ്ണം നിൻ്റെ അടുത്ത് ആയിരിക്കുന്നു. അതുപോലെ ആ മനുഷ്യനോടും യേശു എപ്പോഴും ക്ഷമിച്ചു കൊണ്ടിരിക്കുന്നു. അപ്രകാരം ഒരു മനോഭാവം നമ്മളിൽ ഉണ്ടാകണം. അനുതാപത്തിൻ്റെ ഒരു മനോഭാവം, സ്നേഹത്തിൻ്റെ ഒരു മനോഭാവം അത് നമ്മളിൽ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കുവാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ. നമുക്ക് ആത്മീയ ജീവിതം നയിക്കുവാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ. നമ്മുടെ താഴ്മയുടെ മനോഭാവമുള്ള വിശ്വാസ ജീവിതം നയിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമായി തീരുകയുള്ളൂ. സ്നേഹം നമ്മളിൽ ഉണ്ടായിരിക്കണം. ദൈവത്തിൻ്റെ താഴ്മ നമ്മളിൽ ഉണ്ടായിരിക്കണം. അവൻ മൽപ്രിയനായി നമ്മുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. അവൻ മൽപ്രിയനായി തന്നെ നമ്മളുടെ സന്നിധിയിൽ നിന്ന് കടന്നു പോയിരിക്കുന്നു. ആ വേദനയെല്ലാം സഹിച്ചുകൊണ്ട് നാം എപ്പോഴും അവന് പ്രിയപ്പെട്ടവരായി, അവനെ ഏറ്റവും അടുത്തിരിക്കുന്നവരായി തീരുവാൻ എപ്പോഴും ഓർമ്മിച്ചു കൊള്ളുക. ഇവിടെ വചനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് സ്നേഹമെന്ന് പറയുന്നത് അത്രയധികം വിശ്വാസയോഗ്യമത്രേ. ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ദൈവിക ആത്മാവ് നമ്മളിൽ പ്രേരിപ്പിക്കണമെങ്കിൽ അല്ലെങ്കിൽ പ്രവർത്തിക്കണമെങ്കിൽ നാം എപ്പോഴും അവനോടുകൂടെ ആയിരിക്കണം. അവനോടുകൂടെ നടക്കുമ്പോൾ അവൻ്റെ സ്നേഹം നമ്മളിലും ഉണ്ടാകും. അവൻ അത്രയധികം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശുശ്രൂഷയുടെ അവസാന നാളുകളിൽ ആയിരുന്നപ്പോൾ അവൻ്റെ മേശപ്പുറത്ത് അവനോടുകൂടെ അത്താഴം കഴിക്കുവാൻ വേണ്ടി ആയിരിക്കുന്നവരിൽ ഒരുവൻ അവനെ ചതിക്കുന്നവനാണ് എന്ന് അവനറിയാമായിരുന്നു. എന്നിരുന്നാലും അവനെപ്പോലും മാറ്റി നിർത്താതെ അവൻ്റെ സന്നിധിയിൽ നിന്നുകൊണ്ട്, അവൻ ആ മേശയിൽ നിന്നുകൊണ്ട്, അതുപോലെ തന്നെ അവനോടുകൂടെ ഭക്ഷിക്കുവാൻ തക്കവണ്ണം ദൈവം മനോഭാവം ഉണ്ടായിരുന്നു. ആ ഒരു സ്നേഹ മനോഭാവം നമ്മളിലും ഉണ്ടാകണം. ആ സ്നേഹ മനോഭാവം നമ്മളിലും ഉണ്ടാകുമ്പോൾ നാം ദൈവത്തെ ധാരാളമായി സ്നേഹിക്കുക തന്നെ ചെയ്യും. ആ സ്നേഹത്തിൻ്റെ മനോഭാവം നമ്മളിലും ഉണ്ടാകട്ടെ. ഇവിടെ ദൈവവചനം പറയുന്നു, ആ ചതിക്കുന്ന മനുഷ്യനെ പോലും ദാസനെ പോലെ കർത്താവായ യേശു ക്രിസ്തു അവൻ്റെ കാലുകളെ കഴുകുന്നതായി നമ്മുടെ ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയജനമേ, എത്ര പേര് നമ്മുടെ ശത്രുക്കളോട് സംസാരിക്കുന്നവരുണ്ടോ? എത്ര പേര് നാം ശത്രുക്കളെന്ന് നിശ്ചയിക്കുന്നവരെ എത്ര പേര് നാം സ്നേഹിക്കുന്നവരുണ്ടോ? എന്ന് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയജനമേ, അപ്രകാരം ദൈവത്തിൻ്റെ സ്വഭാവം നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ ദൈവിക സ്നേഹം നാം പ്രാവർത്തികമാക്കണം. നമ്മുടെ ജീവിതങ്ങളിൽ പറഞ്ഞാൽ മാത്രം പോരാ. നമ്മുടെ ജീവിതത്തിൽ നാം പ്രവർത്തിക്കുമ്പോഴും ആ സ്വഭാവം ഉണ്ടായിരിക്കണം. ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. ദൈവം അതാണ് നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അപ്രകാരം ആഗ്രഹിക്കുവാൻ തക്കവണ്ണം യോഗ്യമായൊരു വിശ്വാസ ജീവിതം നിന്നിലുണ്ടാകട്ടെ. ഇവിടെ വചനം പറയുന്നു, യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം, യേശു അവനോട്, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. പുതു സൃഷ്ടിയാൽ ദൈവവചനം കേട്ട് നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുക. ദൈവവചനം പറയുന്നു, ആത്മാവിനാലും വെള്ളത്തിനാലും നീ പുതുതായി സ്നാനപ്പെട്ടില്ല എങ്കിൽ, പുതുതായി ജനിച്ചില്ല എങ്കിൽ നിനക്ക് ദൈവരാജ്യത്തിൽ കടക്കുവാൻ സാധ്യമാകുകയില്ല. പുതുതായി നീ ജനിക്കണം. നിൻ്റെ പഴയ സ്വഭാവങ്ങളെല്ലാം വിട്ട് അകലണം. നിന്നിൽ സ്നേഹമില്ലായിരുന്നു എന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട്, അതെല്ലാം ചരിത്രമായി മാറുന്നു. അതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് പുതുതായി ജനിച്ച് ദൈവിക സ്നേഹത്തിൽ വളർന്നുകൊണ്ട് ആത്മാവിലും വെള്ളത്തിലും സ്നാനം കഴിപ്പിച്ച് നീ ഉയർക്കുകയാണ് എങ്കിൽ ദൈവരാജ്യം നിനക്ക് പ്രാപിക്കുവാൻ തക്കവണ്ണം സാധിക്കും. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയജനമേ, നീ അപ്രകാരമായിരിക്കുക. നമ്മൾ അപ്രകാരമായിരിക്കണം. ദൈവസന്നിധിയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരായിത്തീരണം. ആ പ്രിയപ്പെട്ടവർ ദൈവത്തിൻ്റെ ആത്മാവ് പ്രേരിതമായി അനേകം ആളുകൾക്ക് നന്മയും സ്നേഹവും നൽകുന്ന പ്രിയ ദൈവപുരുഷന്മാരായി മാറുവാൻ ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ എപ്പോഴും വ്യാപിക്കട്ടെ. നമ്മുടെ വിശ്വാസ ജീവിതത്തിലും വ്യാപിക്കട്ടെ. നമ്മുടെ വിശ്വാസ ജീവിതം അവന് വേണ്ടിയുള്ളതായിരിക്കട്ടെ. ആ സ്നേഹത്തിന് വേണ്ടിയുള്ളതായിരിക്കട്ടെ. ആ സ്നേഹത്തിൻ്റെ ദാഹത്തിനു വേണ്ടി ആയിരിക്കുന്നവർ അനേകം പേർ ഈ ലോകത്തിലായിരിക്കുന്നു. അവർക്ക് നിങ്ങളുടെ സ്നേഹം ഒരാശ്വാസമായിരിക്കട്ടെ. ദൈവിക സ്നേഹം ഒരാശ്വാസമായിരിക്കട്ടെ. ദൈവിക വചനം ഒരാശ്വാസമായിരിക്കട്ടെ. എപ്രകാരം നിങ്ങൾ ദൈവത്തിലേക്ക് അടുത്തുവോ അപ്രകാരം ആ മനുഷ്യനെയും കൈപിടിച്ച് പാപത്തിൽ നിന്ന് ഉയർത്തുവാൻ തക്കവണ്ണം നിങ്ങളും ശ്രമിച്ചു കൊണ്ടിരിക്കുക. ദൈവസന്നിധിയിൽ അവരെയും ഭരമേൽപ്പിച്ചു കൊണ്ടിരിക്കുക. ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. പാപത്തിൽ നിന്ന് വലിച്ചു കയറ്റുവാൻ തക്കവണ്ണം ദൈവം എപ്പോഴും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു.
നാം പാപത്തിൽ തന്നെ ഉയർന്ന് ജീവിക്കാതെ, അല്ലെങ്കിൽ അതിൽ തന്നെ മുങ്ങിക്കിടക്കാതെ, അതിൻ്റെ ചെളികളെയൊക്കെ കഴുകിക്കളഞ്ഞ പുതിയൊരു വസ്ത്രം പ്രാപിച്ച് പുതുസൃഷ്ടിയായി ദൈവസന്നിധിയിൽ വരികയാണ് എങ്കിൽ നമുക്ക് അനേകം വിലയേറിയ മുത്തുകളിലും വില നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഇവിടെ വചനം പറയുന്നത് ഇപ്രകാരമാണ്. എബ്രായർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 24-25 വാക്യങ്ങൾ. ഇവർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിലും സൽപ്രവർത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിക്കുവാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. നാം നാൾ സമീപിച്ചിരിക്കുന്നു എന്ന് കാണും തോറും അത് അധികമായി ചെയ്യേണ്ടതാകുന്നു. ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. ഈ ഭാഗങ്ങൾ ഇപ്രകാരമാണ് പറയുന്നത്. എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, ഇന്ന് നാൾ സമീപിച്ചിരിക്കുന്നു. നാളുകൾ അടുത്തു വന്നുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾ ഓർത്തുകൊള്ളുക, ദൈവസന്നിധിയിൽ അന്യോന്യം പ്രബോധിപ്പിച്ചുകൊണ്ട് വചനങ്ങളെ അന്യോന്യം പ്രബോധിപ്പിച്ചുകൊണ്ട് ആ വചനത്തിൽ നിങ്ങൾ സന്തോഷിച്ചു കൊണ്ടിരിക്കുക. ആ വചനത്തിൽ നിങ്ങൾ സ്നേഹം കണ്ടെത്തുക. ദൈവിക സ്നേഹത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക. അപ്രകാരം പ്രബോധനങ്ങളെ അന്യോന്യം സംസാരിക്കുമ്പോൾ ഒരു ആശ്വാസം നിങ്ങൾക്ക് ലഭിക്കുമെന്ന വചനം പറയുന്നു. ഈ അന്ത്യനാളുകൾ അടുത്തിരിക്കുന്നു. ഇവിടെ പ്രബോധനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾ ഒരിക്കൽ കൂടെ ദൈവവചനത്തെ ഓർത്തുകൊള്ളുക. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുക്കെ ചെല്ലുക. ഈ അന്ത്യനാളുകളിൽ നമുക്ക് വിശ്വാസ ജീവിതം നയിക്കുവാൻ പോലും സാത്താൻ നമ്മളെ നയിക്കാറില്ല. അല്ലെങ്കിൽ വിശ്വാസ ജീവിതം നയിക്കുവാൻ പോലും സാത്താൻ നമ്മളെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് തടസ്സമായി നിൽക്കുമ്പോൾ മീഖായേൽ ദൂതൻ നമുക്ക് വേണ്ടി സംസാരിക്കുവാൻ തക്കവണ്ണം ഒരുങ്ങിയിരിക്കുന്നു. ആ മീഖായേൽ ദൂതൻ നമുക്ക് വേണ്ടി സംസാരിക്കണമെങ്കിൽ നാം ദൈവത്തോടുകൂടി പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യണം. ദാനിയേൽ അപ്രകാരമായിരുന്നു. ദാനിയേൽ ജീവിച്ചതുപോലെ, ദാനിയേൽ തൻ്റെ ജീവിതത്തിൽ നയിച്ചതുപോലെ പ്രാർത്ഥനാ ജീവിതം നാം നയിക്കണം. എല്ലാ ദിവസവും 3 നേരം കിളിവാതിലുകളെ തുറന്ന് ദൈവത്തോട് പ്രാർത്ഥനാ ജീവിതം നയിച്ച ഒരു വ്യക്തിയായിരുന്നു ദാനിയേൽ എന്ന് പറയുന്നത്. ദാനിയേൽ അപ്രകാരം ജീവിച്ചിരുന്നപ്പോഴും, അടിമ വീടായ ബാബിലോണിൽ ജീവിച്ചിരുന്നപ്പോഴും അദ്ദേഹം ഇത് തന്നെയാണ് തുടർന്നു വന്നത്. തൻ്റെ യെരുശലേമിലേക്ക് പോകുവാൻ നാളുകൾ എണ്ണി തിട്ടപ്പെടുത്തി അദ്ദേഹം കാത്തിരുന്നു. ഈ നാളുകൾ കഴിഞ്ഞു പോയിട്ടും അദ്ദേഹത്തിന് അവിടെ എത്തുവാൻ സാധ്യമാകുന്നില്ല. അദ്ദേഹം പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിൽ നിരന്നു. പ്രവാചകരുടെ പുസ്തകന്മാർ എഴുതിയിരുന്നത് പോലെ, പ്രവചനങ്ങൾ പ്രവചിച്ചിരുന്നത് പോലെ നാളുകൾ കഴിഞ്ഞല്ലോ, എന്നിട്ടും എന്തുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നില്ല എന്ന് ദൈവസന്നിധിയിൽ അത്യധികം പ്രാർത്ഥിച്ചുകൊണ്ട്, വിലയേറിയ പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചുകൊണ്ട് ദാനിയേൽ അവിടെ ഇരിക്കുന്നതായി കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. ദാനിയേൽ ഏകദേശം 21ഓളം ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചതായി നമുക്ക് അധ്യായങ്ങളിൽ വായിക്കുവാൻ സാധിക്കുന്നു. ദാനിയേലിൻ്റെ പുസ്തകം 10-ാം അധ്യായം, അതിൻ്റെ പ്രവചന പുസ്തകം 10-ാം അധ്യായം അതിൽ വളരെ വ്യക്തമായി നമ്മോട് സംസാരിക്കുന്നു. ഈ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ഏകദേശം 21ഓളം ദിവസം രാജാവിൻ്റെ ഭോജനങ്ങളെല്ലാം വിട്ടുകൊണ്ട് അവൻ ഉറച്ചു നിന്നുകൊണ്ട് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നതായി കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. അവിടെ മീഖായേൽ ദൂതൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഇറങ്ങി വന്ന അവന് വേണ്ടി അവിടെ പടപെട്ടുന്നതായി കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. അവന് വേണ്ടി പോരാട്ട വീര്യം നടത്തുന്നതായി കാണുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നു. ഇവിടെ ദാനിയേൽ ദൈവവുമായിട്ടുള്ള ഒരു ഊഷ്മളമായൊരു ബന്ധത്തെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ബാബിലോണിൽ ഏകദേശം അടിമ വീടായി അവനാകെ വിഷമിച്ചിരിക്കുന്ന സമയത്തും ദൈവം അവനെ ഓർമ്മിപ്പിച്ചിരുന്നത് അവൻ്റെ ആ യെരുശലേമിനെ കുറിച്ചായിരുന്നു. ഈ പ്രവചന പുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ കാലങ്ങളെല്ലാം കഴിഞ്ഞു പോയി. ദൈവം അവന് വേണ്ടി സംസാരിക്കുവാൻ പാർശ്വരാജാവിനോട് കൂടെ യുദ്ധം ചെയ്യുവാൻ തക്കവണ്ണം ഇറങ്ങി വന്നു. അത് കിങ് സൈറസ് എന്ന് പറയുന്ന രാജാവിൻ്റെ മനസ്സിൽ പാർശ്വരാജാവ്, അതായത് സാത്താൻ പിടിപെട്ടിരിക്കുകയായിരുന്നു. കർത്താവായ യേശു ക്രിസ്തു എന്ന മീഖായേൽ എന്ന് പറയുന്ന ദൂതൻ അവനോടുകൂടി പടവെട്ടി അവനിൽ നിന്ന് ആ ഉത്തരവ് അവിടെ കൊടുക്കുന്നതായി നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. ഇപ്രകാരമുള്ളൊരു നല്ലൊരു ദൈവമാണ് നമുക്കുള്ളത്. ദാനിയേൽ വിശ്വസിച്ചതുപോലെ ആ പ്രവചനങ്ങൾ നിവർത്തിയാകുന്നത് വരെ ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു. ദൈവം അവൻ്റെ പ്രാർത്ഥനകൾ കേട്ടു. അവൻ്റെ ഉപവാസങ്ങൾ ജപിക്കൊണ്ടു. അവൻ്റെ ഉപവസിച്ചു, അവൻ പ്രാർത്ഥിച്ചു. ദൈവസന്നിധിയിൽ ഒരിക്കലും ദാനിയേൽ മറന്നുപോയില്ല. ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒന്നുപോലും അവൻ നൽകിയില്ല. അടിമ വീടായിരുന്ന ബാബിലോണിൽ പോലും ദൈവത്തിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട്, ദൈവ നിയമങ്ങളെ അനുഭവിച്ചുകൊണ്ട് അല്ലെങ്കിൽ അനുസരിച്ചുകൊണ്ട് അവന് ജീവിക്കുവാൻ തക്കവണ്ണം സാധിച്ചു. ഈ ഒരു മനോഭാവം നമ്മളിലും ഉണ്ടാകണം. ദൈവത്തിൻ്റെ ഒരു പ്രതിപുരുഷനായി ഏത് ലോകത്തിലും നിൽക്കുവാൻ നമുക്ക് യോഗ്യമായുള്ളൊരു സ്വഭാവ സവിശേഷത ഉണ്ടാകണം. അതിന് താഴ്മയുടെ ഒരു മനോഭാവം ഉണ്ടായിരിക്കണം. ദാനിയേലിനെ നശിപ്പിക്കുവാൻ വേണ്ടി അനേകം ആളുകൾ ശ്രമിച്ചു. ബാബിലോണായിരുന്നപ്പോൾ അനേകം ആളുകൾ അവനെ ക്ഷമിച്ചു. ഇപ്രകാരം ആയിരുന്നപ്പോൾ, ഈ ക്ഷമാപണമുള്ള ജീവിതം ആയിരുന്നപ്പോൾ കൂടി ദൈവം അവനെ ധാരാളമായി അനുഗ്രഹിച്ചു.
ദാനിയേൽ ആയിരുന്നപ്പോൾ ദാനിയേലിനെ ശിക്ഷിക്കുവാൻ തക്കവണ്ണം അനേകർ ശ്രമിച്ചു. എങ്കിലും അവരോടുകൂടെ സ്നേഹത്തിൽ പെരുമാറുവാൻ ദാനിയേൽ ശ്രമിച്ചു കൊണ്ടിരുന്നു. അപ്രകാരം ഒരു സ്നേഹമാണ് നമ്മളിലും ഉണ്ടാകേണ്ടത്. ആരോടും തന്നെ എതിർക്കുവാനും തൻ്റെ വിശ്വാസ ജീവിതം തകർക്കുവാനും ശ്രമിക്കുന്നവരോട് ദാനിയേൽ ഒരിക്കലും ഹീനമായുള്ള രീതിയിൽ പ്രവർത്തിച്ചില്ല. ഹീനമായുള്ള രീതിയിൽ അവൻ ഇടപെട്ടില്ല. അവൻ ദൈവസന്നിധിയിൽ സ്നേഹമുള്ളവരായി, എല്ലാവർക്കും സ്നേഹം പകർന്നു കൊടുക്കുന്നവനായി നിൽക്കുക തന്നെ ചെയ്തു. അപ്രകാരമുള്ളൊരു വികാരം ആണ് നമ്മളിൽ ഉണ്ടാകേണ്ടത്. ദ്രവ്യത്തിൻ്റെ ആഗ്രഹമല്ല, പണത്തിന് വേണ്ടി അലയുന്നവരായി തീരരുത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിൽ ഏറ്റവും പ്രിയപ്പെട്ട മകനായി, ദൈവത്തിന് ഏറ്റവും സ്നേഹമുള്ളൊരു പൈതലായി നീ സ്നേഹജീവിതം നയിക്കുവാൻ തക്കവണ്ണം ദൈവം നിന്നെ ഉദ്ബോധിപ്പിക്കുന്നു. അപ്രകാരം ഒരു ഉദ്ബോധനം ദൈവത്തിൽ നിന്നുണ്ടാകുമ്പോൾ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമാറാകട്ടെ. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഭരമേൽപ്പിക്കുമാറാകട്ടെ. ഒരു വാക്യം കൂടെ ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം പ്രകാരം പറയുന്നു: മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. മനുഷ്യൻ നന്മയ്ക്കായിട്ട് മനുഷ്യൻ തിരഞ്ഞെടുത്ത വഴിയെ തെറ്റായിട്ട് മനുഷ്യൻ പോകുന്നു. നമ്മെ രക്ഷിക്കുവാൻ തക്കവണ്ണം ആകാശത്തിന് കീഴിൽ വേറൊരു നാമവുമില്ല. കർത്താവായ യേശുക്രിസ്തുവിൽ നാം രക്ഷ പ്രാപിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആ സ്നേഹം മനോഭാവം നമ്മളിൽ ഉണ്ടാകണം. സ്നേഹ മനോഭാവമാണ് അവൻ നമുക്ക് നൽകിയിട്ട് പോയത്. അവൻ്റെ നീതിയുടെ വ്യക്തമായ ഉദ്ദേശം നാം മനസ്സിലാക്കിക്കൊണ്ട് ദൈവസന്നിധിയിൽ നിരന്നുകൊള്ളുക, ദൈവത്തിനെ അനുസരിച്ചു കൊള്ളുക. സ്നേഹം ആണ് എല്ലാം. സ്നേഹത്തിൽ നിരന്നുകൊള്ളുക. നാം സ്നേഹത്തിലായിരിക്കുമ്പോൾ ദൈവം നമ്മിൽ വസിക്കുന്നു. അതുതന്നെയാണ് നമുക്ക് ഏറ്റവും വലുതായി ഉള്ളത്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഏറ്റവും യോഗ്യമായിട്ടുള്ളതും അതുതന്നെയാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളിൽ ഉണ്ടായിരിക്കണം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ താഴ്മ നമ്മളിൽ ഉണ്ടായിരിക്കണം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ താഴ്മയുടെ മനോഭാവം നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഇത് തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആ സ്നേഹ മനോഭാവം നിങ്ങളിൽ ഓരോരുത്തരിലും ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് അതിനുവേണ്ടി പ്രേരിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനിധിയുമുള്ള ദൈവമേ കർത്താവേ, ഈ വചനങ്ങൾ ദൈവമേ അങ്ങയുടെ ഹൃദയത്തിലായിരിക്കുവാൻ, എന്നെ കേൾക്കുന്നവരുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം അങ്ങ് സഹായിക്കണം. അങ്ങയുടെ സ്നേഹത്തിൻ്റെ ഒരു മനോഭാവം നമ്മളിലുണ്ടായിരിക്കണം. സ്നേഹം എപ്പോഴും നിറഞ്ഞു നിൽക്കണം. ഞങ്ങളുടെ പ്രവൃത്തിയിലും ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിലും അതെപ്പോഴും വ്യാപിക്കുവാൻ തക്കവണ്ണം അങ്ങയുടെ ആത്മാവ് പ്രവർത്തിക്കണം. എല്ലാം അങ്ങയുടെ നാമമഹത്വത്തിന് വേണ്ടി ആയിരിക്കുവാൻ തക്കവണ്ണം ആയിരിക്കട്ടെ. എന്നാൽ രാജ്യവും ശക്തിയും മഹത്വങ്ങളുടെ പിതാവേ, ആമേൻ, ആമേൻ.